കൊളംബിയ EIA യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ചെയ്തത് ഒരു മണ്ടത്തരമോ അതോ പുതിയ ടൂൾ കിറ്റോ? പറഞ്ഞത് രാഹുൽ ആയതുകൊണ്ട് ലോജിക് പ്രതീക്ഷിക്കേണ്ട എന്ന് തോന്നുന്നു. Why does a motorcycle weigh 100 kilos and a car weigh 3,000? Car to carry one passenger, you need 3,000 kilos of metal in a car if one passenger is driving a car. And a motorcycle has 100 kilos, carries two passengers. So why is a motorcycle able to carry two passengers with 150 kilos of metal and a car needs 3,000? ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ഏകദേശം 100 കിലോ ഭാരമുള്ള മോട്ടോർ സൈക്കിൾ രണ്ടാളുകളെ വഹിക്കും. എന്നാൽ കാറിന് ഒരു യാത്രക്കാരനെ മാത്രം വഹിക്കാനാണെങ്കിൽ പോലും 3000 കിലോ ലോഹം വേണം. എന്തുകൊണ്ടാണിത്? And the answer is, it's the engine. Because it's the engine that kills you on impact. Right? And the motorcycle is light because the engine disappears from you when you have an accident. Right? But in a motorcycle, when you have an impact, the engine is separated from you. So the engine doesn't hurt you. ഒരു അപകടമുണ്ടായാൽ കാറിന്റെ എഞ്ചിൻ അകത്തേക്ക് വരികയും അത് ഡ്രൈവറെ അപകടത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കാറിന് സുരക്ഷാ ഘടകങ്ങൾ കൂടുകയും ഭാരം കൂടുകയും ചെയ്യുന്നത്. എന്നാൽ ബൈക്കിന്റെ എഞ്ചിൻ അപകട സമയത്ത് വേർപെട്ട് റൈഡറെ സുരക്ഷിതമാക്കും. അതിനാൽ ഭാരക്കുറവും മതിയെന്ന്. പിന്നീട് അതിനെ രാഹുൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. The electric motor breaks that centralized energy system. The electric motor allows you to put a motor there, put a motor there, put a motor there, put a motor there. So the electric motor is a decentralization of power. ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വലിയ എഞ്ചിനെ ആശ്രയിക്കുന്നില്ലെന്നും ചെറിയ ചെറിയ മോട്ടോറുകൾ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുവെന്നും ഇതിനെ പവർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിഭജിത ശക്തി എന്നതിന്റെ ഉദാഹരണമായി കാണണമെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പപ്പുവിന്റെ സ്ഥിരം മണ്ടത്തരം എന്ന രീതിയിൽ ചിരിക്കാൻ വരട്ടെ. ഇതാണോ രാഹുലിന് കൊളംബിയയിൽ നിന്നും ഇത്തവണ കിട്ടിയ ടൂൾ കിറ്റ്? ഭാഷയുടെയും നിറത്തിന്റെയും പേരിൽ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാനുള്ള പുതിയ ടൂൾ കിറ്റാണോ ഇത്? ഇന്ത്യ ഒന്നിച്ചു നിൽക്കുന്നതാണ് അവർക്ക് അപകടം എന്നാണോ ഉദ്ദേശിക്കുന്നത്? രാഹുലിന്റെ ഓരോ വിദേശ യാത്രകൾക്ക് ശേഷവും ഇന്ത്യയിൽ പലയിടങ്ങളിലും ഓരോ പ്രക്ഷോഭങ്ങൾ. അത് യാദൃശ്ചികമാണോ? അത്തരത്തിൽ ഒരു ടൂൾ കിറ്റ് തേടിയാണോ രാഹുലിന്റെ പുതിയ കൊളംബിയ യാത്രയിൽ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്.